ഹേ ഗൈസ്, അങ്ങനെ ഇന്ന് ഞങ്ങൾ പപ്പയുടെ വീട്ടിലാണ്. അങ്ങനെ പപ്പയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ചക്കയൊക്കെ എടുത്തണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു താഴെ എല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. കുറേ നാളായി ഗൈസ് ഞങ്ങൾ താഴേക്കൊന്ന് ഇറങ്ങിപ്പോയിട്ട്. ഞങ്ങൾ പണ്ട് ഇറങ്ങിപ്പോയത്, പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ താഴെ എല്ലാം ഒന്ന് പോയി നോക്കി. ഒരുത്തൻ അവിടെ നിൽക്കുന്നു, കൈ വയ്യാത്തവൻ. പപ്പ പഴുത്തത് വേണം പപ്പ. അല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. മൊത്തത്തെ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ടെ മാറിയില്ലേ തലയിലൊക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് അത് നല്ലോണം വിളഞ്ഞ. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ. ചക്കയും തൂക്കി. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കി പോയിടുന്നു. മണേച്ചാതി മോൻ കൈ വയ്യാതെ ഇരുമ്പ് പിടിച്ചോണ്ട് എന്ത് ചെയ്യോ മോനെ? വെയില ഇതിലോട്ട് മഴ കുത്തി മൊബൈലുണ്ട് വിഷയ അവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ക്യാമറ വരാതെ. അവര് നാണോ ഷാവിന്റെ മോനാ. അങ്ങനെ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പേ അത് ആ സൈഡിൽ നിൽക്കുന്ന താഴെ നിൽക്കുന്ന എല്ലാം പഴുത്തയല്ല പപ്പയെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു അതൊന്നും പഴുത്തയല്ല, കാരണം എനിക്ക് പഴുത്ത വരിക്കച്ചക്ക ഇടാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് പഴുത്തല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചക്കയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ താഴോട്ട് പോയി. അങ്ങനെ താഴെ തൊടിയിലോട്ട് ഇറങ്ങി പറമ്പിൻ്റെ. അപ്പോൾ അവിടെ കുരുമുളകും കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം നോക്കി താഴോട്ട് ഇറങ്ങിപ്പോവാണ്. നല്ല റിസ്ക് ആയിരുന്നു, അവരെല്ലാം ചാടി ഓടിപ്പോയി. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചക്ക തിന്നണോന്നൊക്കെ വിചാരിച്ചു. നമ്മുടെ താഴെ വരെ അവിടെ പോയി കിടക്കുന്ന വെച്ചാൽ ചക്ക ഇത് വേറെ ആരും നടത്തി കച്ചവടം മൊത്തം കച്ചവടം മേപ്പെട്ടുള്ളെല്ലാം കൊടുത്തു. ആലം തുപ്പുന്നു ഗൈസ്, സഞ്ജന വീഡിയോ എടുക്കുന്നു ഗൈസ്. ഇറങ്ങാതെ ഞങ്ങളെ പോട്ടെ. ഈ ഇരുമ്പെടുത്ത ഇഷ്ടംപോലെ മുളക് പൊടി കുരുമുളക് ശരിക്കും കുരുമുളകൊക്കെ ഉണ്ട്. മറ്റേ ഷാമ്പു ആണിത്. ഞെക്കുമ്പം നമ്മുടെ ഔഷധപരമായ നാച്ചുറൽ ഷാമ്പു ഇല്ലേ, അതായിരുന്നു ഇത്. ഇതൊക്കെ കരിഞ്ഞു ഗൈസ്, അതിന് കുറേ ഇവിടെ ഉണ്ടായിരുന്നു. അത് കരിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അയ്യത്തോട്ട് ഇറങ്ങി പോവാണ്. ഇവരെല്ലാം പൊയ്യ കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇങ്ങനത്തൊക്കെ വഴിയാണ് ഗൈസ്. ഇതുണ്ടായിരുന്നോ? നമ്മളങ്ങന്നാണ് കയറി വന്നത്.
പോയി കിണറ്റിലങ്ങ്. ഒരു പൊട്ടക്കിണറുണ്ട്. സോ പണ്ടത്തെ കിണറുണ്ട്. ഇവിടെ പണ്ട് നമ്മൾ ഇവിടെ കുളിച്ചിട്ടൊക്കെ പോന്നാലും ഓർമ്മ. നമ്മുടെ കിണർ അപ്പുറത്തുണ്ടല്ലോ. പിന്നെ അവിടെ ഒരെണ്ണുണ്ടായിരുന്നു. എല്ലാം കൂടി വീഴരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇറങ്ങാൻ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പപ്പയുടെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ പതിയെ കയറുമായിരുന്നു. അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കയറാൻ. ഞങ്ങളെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ മോക്ക്? വീണ്ടും ഞങ്ങളുടെ ചക്ക സ്പോട്ടിൽ വന്നു ഗൈസ്. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പന്നിയുണ്ട്. ഇന്നലെ രാത്രി 8 മണിയായപ്പോ സുനിൽ വിളിച്ചു പറഞ്ഞല്ലേ ഒരു 4-5 എണ്ണം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഒരു ചക്ക എനിക്കൂടെ താടി വീലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.